അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ഈ കാണുന്നത് ഒരിക്കലും ഒരു ക്ലബിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ സാംസ്കാരിക സംഘടനയുടെയോ ഒന്നും ആഘോഷങ്ങളല്ല. ഇത് നബിദിനത്തിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ്. ഇത് കാണിച്ചു കൂട്ടുന്നത് വടക്കൻ കേരളത്തിലോ മധ്യ കേരളത്തിലൊന്നുമല്ല. ഇത് തെക്കൻ കേരളത്തിലെ ഒരു പ്രത്യേക പ്രതിഭാസമാണിത്. റബീഉൽ അവ്വലിൻ്റെ പേരിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ തികച്ചും അനിസ്ലാമികമായ നിഷിദ്ധമായ കാര്യങ്ങളെ കൊണ്ട് കൊണ്ടാടുക. പക്ഷേ ഇത് അവിടുത്തെ മഹല്ലിൻ്റെ കീഴിലോ അതല്ലെങ്കിൽ മദ്രസയുടെ കീഴിലോ നടത്തപ്പെടുന്ന പ്രോഗ്രാം ആയിരിക്കില്ല. ഇത് അവിടുത്തെ യുവാക്കളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചതോ ക്ലബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ പവർ ഉപയോഗിക്കാൻ അവിടുത്തെ മഹല്ല് ജമാഅത്തിനോ ഒന്നും സാധ്യമായിട്ടുണ്ടാവില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട അവിടുത്തെ നാട്ടുകാരായ ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരം അനിസ്ലാമികമായ പ്രോഗ്രാമുകൾക്ക് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ സമ്പത്ത് കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ നിങ്ങൾ സഹായിച്ചു കൊടുക്കരുത്. ഇത്തരം കോപ്രായങ്ങൾ, കോമാളിത്തരങ്ങൾ കാണാനോ അതിനെ സഹായിക്കാനോ നിങ്ങൾ മുന്നോട്ട് വരരുത്. അത് ദീനിനെതിരെ പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രചോദനമായിട്ടാണ് കാണുക. അവർക്ക് കിട്ടുന്ന അതേ ശിക്ഷ നിങ്ങൾക്കും കിട്ടുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിത് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകലാണ്. അതുകൊണ്ട് അതുമായി സഹകരിക്കരുത്. അതിന് നിങ്ങൾ സാമ്പത്തികമായി യാതൊരു സഹായവും ചെയ്തു കൊടുക്കരുത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇത്തരം കോപ്രായങ്ങൾ അവസാനിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറ് പ്രദാനം ചെയ്യട്ടെ. സൽബുദ്ധി അള്ളാഹു കൊടുക്കട്ടെ. ഹിദായത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.